നേരം പരവര വെളുക്കുമ്പം തന്നെ ഇവളും ഫാമിലിയും എവിടെയാണ് പോകുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മിഠായി തെരുവ്, കോഴിക്കോട് മിഠായി തെരുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പഴയങ്ങാടി സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ വണ്ടി കയറുന്നത്. 6:40 വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു 9:15 എത്തും. അതായത് ഷോപ്പെല്ലാം തുറക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എത്തും. നമ്മളിവിടുന്ന് കണ്ണൂരിന്നേ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ എന്നിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. ഏട്ടത്തിൻ്റെ മോള്, ഉമ്മാനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായി തെരുവിൽ ഒരുപാട് നടക്കാനുണ്ടാവും, പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന്. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ വിചാരിച്ചു ഉമ്മാനെയും കൂട്ടിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. അവിടെ എത്തിയപ്പോൾ മുമ്പ് കണ്ട പെട്രോൾ പമ്പിൽ കണ്ട ഒരു ഫ്രണ്ടിനോട് വർത്തമാനം പറയുന്നത് നാജി എടുത്തതാണ്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ 6:40 വണ്ടിക്കാണ് കോഴിക്കോട് എത്തിയത്. അപ്പോൾ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പഴയങ്ങാടി സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. നമ്മൾ ലേഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ആൺകുട്ടിയായിട്ട് ഇഷാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇഷാനെ ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 9:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങി. കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ മിഠായി തെരുവിലേക്ക്. അവിടെ ചീപ്പ് റേറ്റിന് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് കോഴിക്കോട് നിന്ന് നടന്ന് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയും ഒരു പഴത്തിൻ്റെ അടിയും തിന്നിട്ട് പോയതാണ്. പഴത്തിൻ്റെ അട എന്ന് പറയുന്നത് നമ്മളെ പഴം നിറച്ചതില്ലേ, അതിനെയാണ് ഞാൻ പഴത്തിൻ്റെ ഇട എന്ന് പറയുന്നത്. അപ്പം 9:15 ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ ലൈറ്റായിട്ട് കഴിക്കാൻ കയറിയത് പൊറോട്ടയും ബീഫെല്ലാം ഒന്ന് ആൾക്കാർ വാങ്ങിച്ചു. ആദ്യം കയറുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റായിട്ട് മതി എന്നുള്ളത്. പിന്നെ പത്തല് അങ്ങനെയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മിഠായി തെരുവിൻ്റെ ആ ഫസ്റ്റ് ഭാഗം കിടക്കുമ്പം ഷോപ്പുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഒന്നും തുറന്നിട്ടേ ഇല്ല. ഇത്രയും രാവിലെ കെട്ടിയിട്ട് എല്ലാവരും വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അപ്പം ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഷോപ്പെല്ലാം തുറന്നു, ഓപ്പണിംഗ് ആയി. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്പിലും ഇങ്ങനെ കയറി ഇറങ്ങി ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയ്യന്നൂരിലും 800, 600, 900 വെക്കുന്ന ചെരുപ്പുകളിലും വെറും 200, 250, 300, 150 ഇതിനാണ് കൊടുക്കുന്നത്. അയ്യോ, എനിക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, എവിടെയെല്ലാം പോവേണ്ടത് എന്ന് ഒരു പിടിയും ഉണ്ടായിട്ടില്ല. കുട്ടികളില്ലതുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെയും തൂക്കി പിടിച്ചിട്ട് വേണ്ടേ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 150 ബാഗിനെല്ലാം ചീപ്പ് റേറ്റ് 200 രൂപ, 150 രൂപക്കെല്ലാം ബാഗെല്ലാം കൊടുക്കുന്നുണ്ട്. ഡ്രസ്സാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അത്രയും വില കുറച്ച് തൂക്കിയിട്ടല്ലോ. 1 കിലോ 850 എന്നെല്ലാം പറഞ്ഞിട്ട് തൂക്കിയിട്ടാണ് ഡ്രസ്സെല്ലാം കൊടുക്കുന്നത്. അപ്പം എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം വീട്ടിലെല്ലാം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് രാവിലെ 6:15, 6:40 വണ്ടിക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, മിഠായി തെരുവ് മുഴുവനും ഒന്ന് കറങ്ങിയിട്ട് 5 മണിക്കത്തെ വണ്ടിക്ക് നമ്മളെ നാട്ടിലേക്ക് കൊടുക്കാം. 5 മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 7:30, 8 മണിയാകുമ്പോൾ നമ്മളെ നാടെത്തും. അപ്പോൾ അത്രയും ചീപ്പ് റേറ്റ് ഉണ്ട്. ഇത് കണ്ടെത്തുക ലിപ്സ്റ്റിക്ക്, കുട്ടികളിടുന്ന ലിപ്സ്റ്റിക്കാണ്. അത് ബാഗിൽ നിന്ന് എടുത്തിട്ട് ആ ചെറുതിനെയും കൂടി ഇട്ട് കൊടുക്കുക, നീയും കൂടി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കണ്ടിട്ട് ചിരിച്ചു വയ്യാണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയില്ല ആഗ്രഹമാണ് നമുക്ക് പാരഗണിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് നമ്മൾ വേറെ ഒന്നും ചെയ്യാണ്ട് പാരഗണിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് നെക്സ്റ്റ് ട്രെയിന് നമ്മൾ വീട്ടിലേക്ക് വരാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ എന്നിട്ട് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പാരഗണിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ. പക്ഷെ നല്ല ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ് എൻ്റെ വായിൽ നിന്ന് ഇന്ന് വരെ മാറിയിട്ടില്ല. അത്രയും ഒരു ടേസ്റ്റ് ആയിരുന്നു പാരഗണിലെ ബിരിയാണി. അപ്പം നമ്മൾ ഏതൊരു ഷോപ്പിൽ കയറിയരം ഇവിടുന്ന് അടുത്താണോ പാരഗൺ എന്ന് ചോദിച്ചരം അവർ പറഞ്ഞു നിങ്ങൾ അവിടെ പോകുന്നതിനായിട്ട് നല്ലത് നിങ്ങൾ റഹ്മത്തിൽ പോക്കാന്ന്, അപ്പം നല്ല ദം ബിരിയാണി കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ കയറിയതാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ബിരിയാണി. എനിക്കെന്തോ ഒരു തീരെ ഒരു ഇഷ്ടപ്പെടാത്ത പോലെ. അവർ നെഗറ്റീവ് പറയുന്നതല്ല, എൻ്റെ ഒരു ഇതാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. പാരഗണിലെ ബിരിയാണി തിന്നതുകൊണ്ടായിരിക്കാം എനിക്കത് ഇഷ്ടപ്പെടാത്തത്. അപ്പം എല്ലാവരും ഫ്രൈഡ് റൈസും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എല്ലാം കഴിച്ചിട്ട് ഒന്ന്
ഒന്ന് വയറെല്ലാം ഫിറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ തെണ്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വാങ്ങിയത് സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെയുള്ള ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിലല്ലേ പോകുന്നത്, ഇത്രയും സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകാൻ കഴിയില്ലല്ലോ. അന്നേരം പിന്നെ നമുക്ക് വെയിറ്റ് അധികമായിട്ട് ഇങ്ങനെ കുട്ടികളും ഉണ്ടല്ലോ നമ്മളെ കൂടെ, അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു വാങ്ങുന്നതിന്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വീണ്ടും ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നു. 4:30 ഞങ്ങൾ സ്റ്റേഷനിലെത്തിയത്. പിന്നെ 5 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ട്രെയിന് വെയിറ്റ് ചെയ്തു, ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിന് വെയിറ്റ് ചെയ്തു. വീണ്ടും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കയറിയത്. അവിടെ ആകുമ്പോൾ കുട്ടികൾക്കെല്ലാം ഇരിക്കാനെല്ലാം ഒരു സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ച്, നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ല സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത്. പിന്നെ ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് 7:30 വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ മിഠായി തെരുവിലെല്ലാം പോയിട്ടൊന്ന് കറങ്ങിയിട്ട് പൈസ എല്ലാം ആവശ്യമായിട്ട് പൊട്ടിച്ചിട്ട് അങ്ങ് വരുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.